മെൽബണിലെ റിവായിൽ സ്ഥിതി ചെയ്തിരുന്ന ഗാന്ധി പ്രതിമ പുലർച്ചെ 1 മണിക്ക് മോഷണം പോയതായി CCTV ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു. പ്രതിമയുടെ കാൽപാദത്തിന് മുകളിലായി ഗ്രൈൻഡിംഗ് നടത്തിയാണ് ഇത് അറുത്തുമാറ്റിയിട്ടുള്ളത്. വിപണിയിൽ ഏകദേശം 35 ലക്ഷം രൂപ വില മതിക്കുന്ന വെങ്കല പ്രതിമയാണിത്. 400 കിലോയോളം തൂക്കമുള്ള ഈ കലാസൃഷ്ടി 2021 ഇന്ത്യൻ സർക്കാർ സമ്മാനമായി നൽകിയതാണ്. അന്നത്തെ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ പ്രതിമ അനാച്ഛാദനം ചെയ്തതിന്റെ പിറ്റേ ദിവസം തന്നെ കഴുത്തറുത്തു മാറ്റാൻ ഒരു ശ്രമം നടന്നിരുന്നു. ലോക സമാധാനത്തിന്റെ പ്രതീകമായി കണക്കാക്കുന്ന ഇന്ത്യൻ രാഷ്ട്രപിതാവിന്റെ പ്രതിമ മോഷണം പോയത് ഓസ്ട്രേലിയൻ ഇന്ത്യൻ സമൂഹത്തിന് കടുത്ത അമർഷത്തിനും അതൃപ്തിക്കും കാരണമായിട്ടുണ്ട്. പോലീസ് ഊർജിതമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മോഷ്ടിക്കപ്പെട്ട പ്രതിമ വിൽക്കാൻ ശ്രമിച്ചാൽ ജാഗ്രത പാലിക്കണമെന്ന് പഴയ സാധനങ്ങളും ലോഹങ്ങളും വ്യാപാരം ചെയ്യുന്നവർക്ക് പോലീസ് മുന്നറിയിപ്പ് നൽകി. പ്രതിമ മോഷണത്തിന് പിന്നിൽ വംശീയ വിദ്വേഷമോ സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളോ ഉള്ളതായി കരുതുന്നില്ല എന്ന് അധികൃതർ വ്യക്തമാക്കി. അതേസമയം ഗാന്ധി പ്രതിമ വൈകാതെ കണ്ടെത്തി പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഓസ്ട്രേലിയൻ ജനത. ഭാവിയിൽ പ്രതിമയ്ക്ക് കൂടുതൽ സംരക്ഷണം ഏർപ്പെടുത്തണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. ഓസ്ട്രേലിയയിൽ നിന്നും 24-ന് വേണ്ടി ലീജ ചാക്കോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.